ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മോർണിംഗ് മന്നയുമായി ദൈവത്തിന്റെ സന്നിധി നിൽപ്പാൻ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്ക് നിന്നും കയറുന്നത് കണ്ടു എന്നാണ് പറയുന്നത്. സ്തോത്രം. അപ്പോൾ മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്ക് നിന്നും കയറുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ദൈവത്തിന്റെ മുദ്ര ഏൽക്കുക എന്നുള്ളത് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ അനുഭവമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ലോകത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ടവരായി 7-ാം ദിവസം ആരാധിക്കുന്നതായ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ലോകത്തിൽ നിന്നും വേർപെട്ടവരായി ദൈവം പറഞ്ഞിരിക്കുന്നതായ ദിവസത്തില് 7-ാം ദിവസത്തില് ആരാധിക്കുന്ന ഒരു വലിയ കൂട്ടം ജനമായി ഇന്ന് ഈ ലോകത്തില് ആയിരിക്കുന്നവർ പ്രത്യേകമായി മുദ്രയേൽക്കപ്പെട്ടവരാണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഏതൊരു കമ്പനിയുടെയും പ്രോഡക്റ്റ് അവർക്കൊരു മുദ്രയുണ്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ മറ്റു ഉൽപ്പന്നങ്ങൾ അവരുടേതായ സീല് അല്ലെങ്കിൽ മുദ്ര, അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിനൊരു സീലുണ്ട്. അപ്പോൾ ഓരോ സീലും കാണുമ്പോൾ നമുക്കറിയാം അത് എവിടെ നിന്നുള്ളതാണ്, അല്ലെ അത് ഏത് കമ്പനിയുടെയാണ്, ഇത് സർക്കാരിൻ്റെയാണോ എന്നുള്ളത്. എന്ന് പറഞ്ഞ പോലെ ദൈവ ജനത്തിനും ഒരു മുദ്രയുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ മുദ്ര ഏൽക്കുവാൻ തക്കവണ്ണം യോഗ്യതയുള്ളവരായി നാം ഓരോരുത്തരും ദൈവത്തിന്റെ സന്നിധിയിൽ നിലനിൽക്കുന്നതായ ഒരു നല്ല അനുഭവത്തെ നമുക്ക് തിരുവചനത്തിലൂടെ കാണുവാൻ സാധിക്കും. വെളിപ്പാട് 14:1 ഇപ്രകാരം പറയുന്നു: പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേര് നിൽക്കുന്നത് കണ്ടു എന്നാണ്. അപ്പോൾ അവരുടെ നെറ്റിയിൽ അവന്റെ നാമം അല്ലെ മുദ്ര ഉണ്ട് എന്നാണ് നമുക്ക്. അവനോടുകൂടെ അവന്റെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും ഉള്ളത്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം, സ്വർഗീയ പിതാവിന്റെ നാമം, ഇതൊക്കെയും ഉള്ളതായി 144,000 പേരുടെ പേര് ഇവിടെ കാണുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവർ ആ മുദ്ര ഏൽക്കുന്നവരാണ്. അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുണ്ട്. അപ്പോൾ ആ മഹാസർപ്പം അവനോട് കൂടെ ഉള്ളവർക്ക് കൊടുക്കുന്നതായ മുദ്രയാണ് മൃഗത്തിന്റെ മുദ്ര. അവൻ പറയുന്നതായ വ്യക്തികളെ ആരാധിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അവനെ തന്നെ ആരാധിക്കുന്നവരായിരിക്കാം. അവരുടെ മേൽ ആ മൃഗത്തിന്റെ മുദ്ര അവൻ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സൃഷ്ടാവും വീണ്ടെടുപ്പുകാരനുമായി ദൈവത്തോടുള്ള നമ്മുടെ കൂറ് വെളിപ്പെടുത്തുന്ന അടയാളം ആണ്. കൽപ്പനകളുടെ ഹൃദയത്തിൽ നമ്മൾ ശബദ കണ്ടെടുത്തുകയാണ്. പുറപ്പാട് 20:8 മുതൽ 11 വരെ വായിക്കുമ്പോൾ വിശുദ്ധ ശബദ എങ്ങനെ അനുസരിക്കണം, ദൈവം പറഞ്ഞ 4-ാം കൽപ്പനയിൽ നാം എപ്രകാരം ആയിരിക്കുന്നതിനെ കുറിച്ച് വളരെ വിശുദ്ധമായിട്ട് അവിടെ പറയുന്നതായിട്ട് കാണും. അതില് 3 ഘടകങ്ങളെ കുറിച്ച് ആ കൽപ്പനയിലൂടെ നമുക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. ദൈവത്തിന്റെ നിയമത്തിന്റെ മുദ്രയായിട്ട് ഈ 4-ാം കൽപ്പന പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട്. അപ്പോൾ ആ 4-ാം കൽപ്പന അനുസരിക്കുന്നവർ അവർ മുദ്രയേറ്റവരാണ്, ദൈവത്തിന്റെ മുദ്രയേൽക്കുന്നവരാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ മുദ്രയുടെ ഉടമയുടെ പേരാണ് നമ്മുടെ കർത്താവും ദൈവവുമായ കർത്താവായ യേശു ക്രിസ്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ ഔദ്യോഗിക സ്ഥാനമുണ്ട്. ആ സ്ഥാനം എന്ന് പറയുന്നത് സൃഷ്ടാവാണ്, അല്ലെങ്കിൽ ഉണ്ടാക്കിയവൻ. 3 അധികാര പരിധി അഥവാ വിസ്തൃതി. സ്വർഗവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതെല്ലാം ത്തിന്റെയും അധികാരമുള്ളവനായ നമ്മുടെ ദൈവമാണ് നമ്മെ മുദ്ര ഏൽപ്പിച്ചിരിക്കുന്നത്, നമ്മെ മുദ്ര കുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ സർവത്തിലെ 3 കാര്യങ്ങളെ അവിടെ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 8 മുതൽ 11 വരെ നമ്മൾ വായിക്കുമ്പോൾ 4-ാം കൽപ്പന വളരെ വിശുദ്ധമായിട്ട് അവിടെ നമുക്ക് നൽകി തരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ നമ്മൾ ആരാധന ദിവസത്തിൽ നമ്മൾ എപ്രകാരം ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് അവിടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്നുവെന്ന് വെളിപ്പാട് 14:1 പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നാം ഓരോരുത്തരും കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരായി, കർത്താവിന് വേണ്ടി മുദ്രയേൽക്കപ്പെട്ടവരായി, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ജീവിക്കുന്നവരായി, കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി നാം ഓരോരുത്തരും ആയിത്തീരണമെന്നാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്രകാരം മുദ്ര ഏറ്റുകൊണ്ട് നാം ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ അംഗീകാര മുദ്ര സ്വീകരിക്കുന്നവരെ നാം അതിന്റെ അവസാനം ദൈവത്തിന്റെ കൽപ്പന യേശുവിന്റെ വിശ്വാസവും കാത്തുകൊള്ളുന്നവരായി അവർ ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ
ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുകയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊണ്ട് അവരുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അവസാന കാലഘട്ടം വരെ അവർ അപ്രകാരം അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് വിശുദ്ധ ആരാധനയ്ക്ക് കടന്നുപോയിക്കൊണ്ട് ആ കൽപ്പന പ്രകാരം ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരുന്നുകൊണ്ട് മുദ്രയേറ്റുകൊണ്ട് ദൈവത്തിന്റെ മുദ്ര ഏൽക്കുന്നവരായി നാം ഓരോരുത്തരുമായി അങ്ങനെ ആ മുദ്ര ഏൽക്കുന്നവരെ ചേർക്കുവാൻ തക്കവണ്ണം തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് കടന്നു വരുമ്പോൾ തീർച്ചയായും ഈ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നവരും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്നവരുമായി കാത്തിരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരുമായി തീർന്നുകൊണ്ട് കർത്താവിന് വേണ്ടി നമ്മളെ ഒരുക്കുകയും മറ്റുള്ളവരെയും ഒരുക്കിക്കൊണ്ട് ഓരോ ദിവസവും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ വന്ന് നമ്മളെ ഓരോരുത്തരെയും സ്വർഗം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടേതായ ജീവിതത്തിൽ നമുക്കൊന്ന് ശോധന ചെയ്യാം. നാം ഈ ദൈവത്തിന്റെ മുദ്രയേറ്റവരാണോ? നാം വിശുദ്ധ ശബദം കൃത്യമായിട്ട് അനുസരിക്കുന്നുണ്ടോ? ആരാധന ദിവസം നാം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ടോ എന്നൊക്കെയും നാം ശോധന ചെയ്യുമ്പോൾ നാം മുദ്രയേറ്റവരാണോ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നാം ദൈവത്തിന്റെ മുദ്രയേറ്റവരായി കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരായ നാം ഒരു കൂട്ടം ജനമാണ്. നമ്മൾ ഒരു ലോകമെമ്പാടുമായിരിക്കുന്ന സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് വിശ്വാസത്തിലായിരിക്കുന്ന അനേകര് ഈ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നതായ നല്ല അനുഭവമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. അതിനുവേണ്ടി നമ്മെ തന്നെ ഒരുക്കുകയും മറ്റുള്ളവരെയും ഒരുക്കിക്കൊണ്ട് ഈ പ്രഭാതത്തില് ദൈവത്തിന്റെ തിരുവചനം നാം ദൈവത്തിന്റെ മുദ്രയേറ്റുകൊണ്ട് കർത്താവിന് വേണ്ടി കാത്തിരിക്കുവാൻ തക്കവണ്ണം സ്വർഗം ഇന്ന് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ തിരുവചനത്തിന്റെ മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥനാപൂർവ്വം ഇന്ന് ഈ പ്രഭാതത്തിലായിരിക്കുന്നെങ്കിൽ കർത്താവ് നിശ്ചയമായും നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഈ തിരുവചന ഭാഗത്താൽ സ്വർഗത്തിലെ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് ജന്മദിനമായിരിക്കുന്ന സജയൻ ബി ജേക്കബ് മാവേലിക്കര ചർച്ചിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുമിച്ച് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി അടിയങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. സജയനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ആയുസ്സും ആരോഗ്യവും ബലവും ഒക്കെയും കൊടുത്ത് സ്വർഗം അനുഗ്രഹിച്ച് തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ കൃപയിൽ തുടർന്നുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുവാനുള്ള ആരോഗ്യവും ബലവും ഒക്കെയും കൊടുത്ത് സ്വർഗം അനുഗ്രഹിക്കണം. ഇന്ന് തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ആരെങ്കിലും രോഗത്താലോ ക്ഷീണത്താലോ പ്രയാസത്താലോ ദുഃഖത്താലോ ആയിരിക്കുന്നെങ്കിൽ കർത്താവെ അങ്ങയുടെ വചനമയച്ച് പൂർണ്ണമായ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പൊന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് തിരുവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും എന്റെ സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.